ഞാൻ അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. അതിന്റെ ഗുണമാണ്, അതിന്റെ സവിശേഷതയാണ്. അപ്പൊ ദാമ്പത്യം എന്ന് പറയുന്നതിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ വളരും, നമ്മൾ നന്നായിട്ട് ജീവിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എനിക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി. എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ അടിമുടി കാര്യങ്ങള് എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഭാര്യ എനിക്ക് കിട്ടി. അതെന്റെ നന്മയാണ്. എന്നിൽ യാതൊരു മാലിന്യവുമില്ലാതെ, ഒരു രോഗം പോലും ഇല്ലാതെ ഇരിക്കത്തക്ക രീതിയിൽ എനിക്ക് എന്നെ പരിശോധിക്കത്തക്ക രീതിയിലൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. എന്റെ ഉപയോഗം കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ എന്ന് പറഞ്ഞ ധർമ്മത്തിന്റെ ഉപയോഗം കഴിഞ്ഞു. ഇനിയിപ്പത്തേക്ക് നല്ലൊരു സുഹൃത്താണ് എനിക്ക് ആ വ്യക്തി എനിക്ക് നല്ലൊരു സുഹൃത്താണ്. നല്ല സ്നേഹബന്ധമുള്ള ഒരു സുഹൃത്താണ് ആ വ്യക്തി. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് അപ്പനുണ്ടായിരുന്നു. അപ്പന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അപ്പൻ നല്ലൊരു സുഹൃത്തായി. എന്നും അപ്പനായിട്ടല്ലേ ഇരുന്നത്. ഒരു പ്രത്യേക സ്റ്റേജിൽ അപ്പനുമായിട്ടുള്ള ആ ഒരു ബന്ധം പരിശോധിച്ച് വന്നപ്പോൾ അപ്പൻ എനിക്ക് സുഹൃത്തായിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു. ആ സൗഹാർദ്ദത്തിന്റെ ഭാഗം മെച്ചപ്പെട്ട് ഒരു ആത്മബന്ധുവായി. ഒരു കാലം വന്നിട്ട് കഴിഞ്ഞപ്പോ മരിച്ചുപോയി. അങ്ങേര് മരിച്ചുപോയി. ആ സുഹൃത്ത് മരിച്ചുപോയി. മനസ്സിലായി. അപ്പനല്ല മരിച്ചത്, ഒരു വ്യക്തി മരിച്ചുപോയി. അത്രേ ഉള്ളൂ. ഒരു വ്യക്തി മരിച്ചുപോയി. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ബന്ധങ്ങളെല്ലാം നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണമായിട്ടൊരു ബന്ധമുണ്ട് അവിടെ. കഴിച്ചപ്പോ ബിരിയാണിയാണ് കഴിച്ചത് അല്ലേ? ബിരിയാണി ആയിട്ടാണ് അകത്ത് നിൽക്കുന്നത്? അല്ല, കഴിച്ചത് ബിരിയാണിയാണ്. അല്ലെങ്കിൽ കഴിച്ചത് ചോറാണ്, തൈരാണ്, മോരാണ്, പാലാണ്, വെണ്ണയാണ്. പക്ഷെ ഇതെല്ലാം ശരീരത്തിൽ ചെന്നിട്ട് വെണ്ണയായിട്ടാണോ നിൽക്കുന്നത്? അല്ല. അതിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി, അതിന്റെ രൂപം മാറി. ജനിച്ചത് വെണ്ണയായിട്ടാണ്, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് വെണ്ണയായിട്ടല്ല. അങ്ങനെ പരിവർത്തനപ്പെടുത്തണം. അതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഭൗതിക തലത്തിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് ആയിട്ടാണ് കുഴിച്ചെടുക്കുന്നത്. അല്ല, അത് നമ്മള് പലതും ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് പ്ലാസ്റ്റിക് ആയിട്ടും പലതും അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നു. പലതും അടി ചേർത്ത് അലോയ്സ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം പല മിശ്രിതത്തിന്റെ ഭാഗത്താണ്. സൂപ്പർ സ്റ്റീൽ ഉണ്ടാക്കുന്നു. പല ടെമ്പറേച്ചർ പല രീതിയിൽ മെൽറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ബോഡിയിലും പോസിബിൾ ആണ്. നമ്മുടെ ശരീരത്തിലും ഇപ്രകാരമുള്ള പരിവർത്തനങ്ങൾ സാധ്യമാണ്. പക്ഷെ അതിന് മാറ്റങ്ങളെ കാണണ്ടേ? മാറ്റം വരുത്താനുള്ള വ്യവസ്ഥകളെ കാണണ്ടേ? ദഹനേന്ദ്രിയങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു ശില്പശാലയാണ്. ദഹനേന്ദ്രിയങ്ങൾ മനോഹരമായിട്ടുള്ള ശില്പശാലയാണ്. ദഹിപ്പിച്ച് ഭക്ഷണത്തോട് ആസക്തിയുള്ളവൻ ഒരിക്കലും ആ ശില്പശാല ഉപയോഗിക്കുന്നില്ല. ആ ദഹനേന്ദ്രിയം ഞാനെന്നും ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ചാല് ആ വ്യക്തിക്ക് പ്രാപ്തിയില്ലെന്നർത്ഥം. ഭക്ഷണം മാറ്റി കഴിക്കാൻ പറ്റുന്നില്ല. പ്രാപ്തനല്ല, പ്രാപ്തനായിരിക്കണം. ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന എന്റെ അമ്മയും അച്ഛനും എനിക്ക് തന്നിരുന്നു ഇന്നതാണ്, ഞാൻ മരണം വരെ അതേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ യോഗ്യനല്ല. മനസ്സിലായി? യോഗ്യത എന്ന് പറയുമ്പോഴത്തേക്കും അവൻ തെളിഞ്ഞു വരണം. കാമത്തിൽ നിന്ന് മാറണം, ആസക്തിയിൽ നിന്ന് മാറണം, യോഗത്തിൽ നിന്ന് മാറണം. അവിടെ എപ്പോഴും അഭിമാനം ഉണ്ടാകണം. ആശ്വാസം ഉണ്ടാകണം. നിത്യതയിലോട്ട് എത്തണം. നിത്യതയിലോട്ട് എത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? കാമം നിത്യമാണോ? ഒരിക്കലും കാമം നിത്യമല്ല. കാമം നിത്യമാകത്തില്ല. ലൈംഗികോത്തേജന നിത്യമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വിശപ്പ് നിത്യമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദേഷ്യം നിത്യമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി മനസ്സിലാക്കി അതിൽ അതിന്റെ അടുത്ത ലെവലിലോട്ട് പോകുമ്പോഴാണ് നിത്യത്തെ കണ്ടെത്തുന്നത്.
ഇത് പ്രവർത്തിച്ച സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാധ്യമാകുന്ന ഒന്നാണ് സ്വസ്ഥമായിട്ടുള്ള ജീവിതം. പക്ഷെ സത്യസന്ധത കൈ മുതലായിട്ട് വേണം, എന്നാ മാത്രമേ നടക്കത്തുള്ളൂ. ആരോടാണ്? ശങ്കരനാരായണന്റെ വീട്ടിൽ ഞാൻ ചെന്നു. ശങ്കരനാരായണൻ രാവിലെ എന്നെ കിടത്തിയത് ശങ്കരനാരായണനും ഭാര്യയും കിടക്കുന്ന കട്ടിലാണ് എന്നെ കിടത്തിയത്. ശങ്കരനാരായണൻ കേട്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര പെണ്ണുപിടിയനാണെന്നാണ് ശങ്കരനാരായണൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ രാവിലെ 4 മണിയായപ്പോഴത്തേക്കും പെരേന്ന് പുള്ളിക്കാരൻ ഇറങ്ങി എവിടെയോ പോയി. ശങ്കരനാരായണന്റെ ഭാര്യയും ഞാനും പിന്നെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. ഇങ്ങനെ എന്തോ ഉറപ്പിലാണ് ഇങ്ങനെ ഒരു പെണ്ണുപിടിയനെ പിടിച്ച് വീട്ടിലാക്കി വെച്ചും പോയത്. അതാണ് പുള്ളിയുടെ സത്യസന്ധത. ഞാൻ ആരാണെന്നുള്ളതല്ല, പുള്ളി സത്യസന്ധനാണെന്നുള്ളതാണ്. കാരണം പുള്ളി സത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാത്രമേ ആ വീട്ടിലുള്ളൂ. അതിനൊരു അനർത്ഥവും വരത്തില്ല. ഞാൻ കള്ളനാണോ പെണ്ണുപിടിയനാണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പുള്ളിയുടെ വീട്ടിലൊരു അനർത്ഥം എനിക്ക് വരുത്താൻ പറ്റത്തില്ല. അതാണ് പുള്ളിയുടെ ധർമ്മം. അത് വലിയൊരു വിവേകമാണ്, പുള്ളിയുടെ ആത്മാർത്ഥതയാണ്. ശങ്കരനാരായണന്റെ നന്മയാണ്, എന്റെ നന്മയല്ല, ശങ്കരനാരായണന്റെ നന്മയാണ്. അവിടെ കയറി യാതൊരു വൃത്തികേടും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വൃത്തിയുടെ പവർ. അതാണ് ഞാൻ തന്നെ അന്തം വിട്ടു. എന്നെ സാധാരണ ആരെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ ഉടനെ പറയുന്നത് അവനുണ്ട് കേട്ടാ, സൂക്ഷിക്കണം കേട്ടാ എന്ന് പറയുന്നിടത്ത് ഇവിടെ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി. എന്നിലുള്ള ശങ്കരനാരായണൻ അവിടെ ഉണർന്നു. മനസ്സിലായ? അതാണ് ജീവിതം, അങ്ങനെയാണ് ജീവിതം. എന്തിനാ ശങ്കരനാരായണന്റെ വീട്ടിൽ പോയത്? ശങ്കരനാരായണന്റെ വീട്ടിൽ പോയത് എന്നിലെ നന്മയുള്ള ഭാഗം കണ്ടെത്താനാണ്. അതിനാണ് ശങ്കരനാരായണൻ. ഞാൻ എവിടെ പോയാലും എന്നിലെ നന്മയെ കണ്ടെത്താനാണ്. അതെങ്ങനെ കണ്ടെത്താൻ? ശങ്കരനാരായണൻ പ്രവർത്തിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധമുണ്ട്. മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും സാധിക്കും. അതിനാണ് പരസ്പരം ബന്ധം. അതിനാണ് കുടുംബം എന്ന് പറയുന്നത്. അന്ന് അവിടെ ചെന്നപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ലില്ലിയാനയുമായിട്ട് ശങ്കരനാരായണന്റെ അമ്മ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ലില്ലിയാനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവരും, അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അത് ആ അമ്മയുടെ നന്മ കാരണം ലില്ലിയാനെ അവിടെ കൊണ്ടുപോയി. വേറെ ഒരു വീട്ടിലും പോയിട്ടില്ല കേട്ടാ. വേറെ ഒരു വീട്ടിലും അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലും സമൃദ്ധമായിട്ട് വളരെ മനോഹരമായിട്ട് ചെന്ന് അവിടെ ഇരുന്ന് ശങ്കരാനം പറഞ്ഞ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ 4 പേരുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഇടമുണ്ടാന്ന് ചോദിച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള ഇടമുണ്ട്. ആത്മാർത്ഥമായിട്ട്. പക്ഷെ ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു, അത്രയും യോഗ്യത ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റേ ചെയ്തില്ല. ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ബന്ധം എന്ന് പറയുന്നത് അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴും ബന്ധങ്ങൾ അനശ്വരതയ്ക്ക്, നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ബന്ധം. മറ്റെന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനാണെങ്കിൽ അവിടെ മരണമാണ്. അവിടെ മരണമാണ് സംഭവിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. മരണം എങ്ങനെയാണ്? ഓരോരുത്തർ രോഗികളാകുന്ന എങ്ങനെയാണ്? രോഗികളാകുന്ന എങ്ങനെയാണ്? നമ്മളൊരു ഇന്ന കാര്യം സാധിക്കണം, അങ്ങനെ ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് മരണമാണ്. സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ജീവിക്കുന്ന ഭാഗത്താണെങ്കിലും പ്രപഞ്ചത്തിന്റെ അനന്തതയുടെ സൃഷ്ടിയാണ് ഈ ശരീരം, ഈ ജീവന്റെ സ്പന്ദനം. അത് നിലനിർത്താനാണെങ്കിൽ അവിടെ ധർമ്മം തുറന്നു വരും. ഇനി വേറെ ആരോടും ചോദിക്കണ്ട. അവനോട് സത്യസന്ധമായിട്ടാണോ നിലനിൽക്കുന്നത് ആരോട് ചോദിക്കേണ്ട. റെഫറൻസ് എവിടെയാ ഉള്ളത്? റെഫറൻസ് എടുക്കണമെങ്കിൽ അടുത്ത വ്യക്തിയെ ധ്യാനിക്കുക, അടുത്ത വ്യക്തിയെ പൂജിക്കുക. ആരാണ് നമ്മളുടെ അടുത്ത് വരുന്നത്? അവരെ പൂജിക്കുക. എന്റെ ഭാര്യ അടുത്ത് വന്ന് ഞാൻ അവളെ പൂജിച്ചു. അവളുമായിട്ട് എന്റെ ഉള്ളിലുള്ള സർവ്വകാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു. എന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യവും അവൾ അറിയാത്തതൊന്നുമില്ല. സർവ്വകാര്യങ്ങളും സത്യസന്ധമായിട്ട് എന്റെ ഭാര്യയുമായിട്ട് പങ്കുവച്ചു. അതുകൊണ്ട് ഭാര്യയുടെ ദൗത്യം വളരെ പെട്ടെന്ന് തീർന്നു. വളരെ പെട്ടെന്ന് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ വളർന്നു.
ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ എത്രയോ മുമ്പേ മോചനം നേടി. തൊഴിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക്. തൊഴിൽ ചെയ്യുന്ന പ്രസ്ഥാനം അവിടെ ഉണ്ട്. അതിന്റെ MD സ്ഥാനത്ത് ഞാൻ പണ്ടേ മാറി. കാരണം അതൊന്നും അധികനാളത്തേക്കുള്ളതല്ല. ഒരു വ്യവസായവും ഒന്നും നമ്മൾ അധികനാളത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളതല്ല. അധികനാളത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ചൈതന്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. എല്ലാം ഭേദിച്ച് നമ്മളെ നിലനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ആത്മബോധം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ട് നടക്കത്തില്ല. ആത്മബോധത്തിലല്ലാതെ ജീവിതമില്ല. തുണി ചെന്നപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു, ഞാൻ വേണ്ട ദോശ തിന്നാനാണ് വരണത്. ഒരു ഡിമാൻഡ് വെച്ച് ദോശ. ഇതിലെവിടെയോ ഒരു സംശയം വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റ് മെമ്മറിയുടെ ചില ഡൗട്ട് മാത്രമാണ്. അപ്പം പിന്നെ പൊളിച്ചെടുക്കും. മനസ്സിലായ അങ്ങോട്ട് കളിക്കാനും എല്ലാറ്റിലുപരി ശങ്കരനാരായണന്റെ അമ്മയെ ഇംഗ്ലീഷിൽ പറയുന്ന ശങ്കരനാരായണന്റെ അമ്മ മലയാളത്തിൽ പറയുന്നത്. പക്ഷെ രണ്ടുപേരും സ്നേഹത്തോടെ മിഠായിയൊക്കെ തിന്നുന്നത് അതാണ് ഒരു ഭാഷയും വേണ്ടെന്നുള്ളതാണ്. ജീവനായിട്ട് ബന്ധമുള്ള ഒരു ഭാഷയും വേണ്ട. ഇതാണ് സ്വർഗം. വാശിയില്ല, വൈരാഗ്യമില്ല. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഒരാളെ വെറുക്കുക, ഒരാളെ തകർക്കുക. അപ്പൊ ആ ഭാഗം ഇവിടെ ഒരു ഭാഗവും ഈ ബന്ധത്തിലില്ല. ഇത്ര നാളുകളായി, എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരുമായിട്ട് മനോഹരമായിട്ടുള്ള ബന്ധം, ഇത്രയും വർഷങ്ങളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ജീവിക്കുന്നത് നന്നായി. എങ്ങും ഒരു കേടുപാടില്ല. ആരുമായിട്ട് ശത്രുതയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. ഒന്ന് നാശത്തിനൊന്നും ഒരു വൈറസും ബാക്ടീരിയ നശിപ്പിക്കാനില്ല. വളരെ മനോഹരമാണ് നമ്മുടെ ജന്മം. അതറിയുന്നതാണ് ജീവിതം. അതെ, ഓക്കെ. കാരണം ഇത്രയും കാലം ഇതിനൊരു സാവകാശം നിരന്തരം മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിനക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇത് പക്ഷെ എങ്കിൽ ആ സന്തോഷം നിലനിൽക്കുന്നു. നമ്മൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷം.